ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജംഷീർ. അപ്പോൾ ജംഷീർ വീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസങ്ങളായി കുറേ കാറ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ബൈക്കിൻ്റെ എൻക്വയറി വന്നു. അപ്പം നമ്മളെ ബുള്ളറ്റ് പ്രേമികൾക്കായിട്ട് കുറച്ച് ബുള്ളറ്റ് ഇന്ന് കാണിക്കാം. അത് നല്ല ഓഫറിൽ ഫുൾ ടാങ്ക് ഫ്യൂവല് 1 മാസം വരെ ചെക്കിംഗ് വാറൻറ്റിയോടെ കൂടിയാണ് വണ്ടി നമുക്ക് കിട്ടുന്നത്. നല്ല നീറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏകദേശം എല്ലാ വണ്ടിക്കും ഒരു 90% ടയർ എല്ലാ വണ്ടിക്കും ഉണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. ഹായ്, ഓട്ടോ ഹബ്ബ് അല്ലേ? ഓട്ടോ ഹബ്ബ്. കുറച്ച് ബുള്ളറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്താലോ. ബാലുശ്ശേരി നന്മണ്ട 14. നന്മണ്ട 14. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റോഡ് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. മെയിൻ റോഡിന്റെ സൈഡിൽ ഓട്ടോ ഹബ്ബിലാണ് നമ്മളെ കൂടുതൽ ആദിലാണ്. എന്തൊക്കെയാണ് സുഖം? നമുക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അല്ലേ? ബുള്ളറ്റ് പ്രേമികൾക്കായിട്ട് ഇന്ന് വിട്ടുകൊടുക്കാം. എന്താണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള ഓഫേഴ്സ്? ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചെടുക്കും. ഫുൾ ടാങ്ക് പെട്രോൾ. പിന്നെ എല്ലാ വണ്ടിയും പുതിയ ടയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 90% ടയർ ഉണ്ടാവും. 90% ടയർ കൺഫേം ആണ്. അതെ. പിന്നെ 1 മന്ത് ചെക്കിംഗ് വാറണ്ടി ഏത് വണ്ടി എടുത്താലും ഉണ്ടാവും. 1 മാസം വരെ ചെക്കിംഗ് വാറണ്ടി ഏത് വണ്ടി പേടിക്കണ്ട. കിലോമീറ്റർ കണക്കുണ്ടോ? കിലോമീറ്ററിന് കണക്കൊന്നും ഇല്ല. 1 മാസം ചെക്കിംഗ് വാറണ്ടി. യെസ്. പിന്നെ അധിക വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. എല്ലാം കൂടുതൽ പേര് സിംഗിൾ ഓണർഷിപ്പ് ആണ്. മാക്സിമം പോയാൽ എത്ര ഓണർഷിപ്പ് വരും? മാക്സിമം പോയാൽ സെക്കൻഡ് അത്രേ ഉള്ളൂ. 1 അല്ലേ 2. അതിന്റെ അപ്പുറത്തേക്കുള്ള വണ്ടി ഇവിടെ ഇല്ല. കിലോമീറ്റർ ഒരു 50,000 അതിന്റെ റേഞ്ച് ഓടിയ വണ്ടിയുള്ളൂ. അതെ, അതിന്റെ താഴോട്ട് ഓടിയ ഒരു ക്ലാസിക് തുടങ്ങിയാൽ നമ്മള്. എങ്ങനെ ഇതിന്റെ മോഡൽ വരുന്നത്? ഇത് 2020-21 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ്. 2021 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 18,000 കിലോമീറ്റർ ഓടി. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാ? 1,49,000. 1,49,000 ഫൈനലാണോ? ഫൈനല് ചെറുതായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ലോൺ എത്ര കിട്ടും ഇതിനൊക്കെ? ലോണ് ഒരു 35-40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഏത് വണ്ടി ഇറക്കാം. 35,000-40,000 ഡൗൺ പേയ്മെന്റ് നമ്മൾ ഫസ്റ്റ് വണ്ടി ഇറക്കുന്ന പോലെ തന്നെ ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ. അടുത്ത ഹിമാലയ 2016 മോഡൽ 16 വണ്ടി. അതെ, 1,30,000 ചോദിക്കുന്നത്. 1,30,000. ഇതൊക്കെ ഒരു 30 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? 30. അതൊരു 35 ഉണ്ടെങ്കിലും വണ്ടി 35 ഇറക്കാം. 95 ലോൺ ഇടല്ലേ? അതെ. ലോൺ സൗകര്യമൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും. ടയറും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പക്ക ഫുൾ ടയർ ഉണ്ട്. നീറ്റാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? അത് 36,000 കിലോമീറ്റർ. അടുത്ത ക്ലാസിക് 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയൊക്കെ നമുക്ക് കസ്റ്റമർക്ക് വേണ്ടതിൽ ചെയ്ത് കൊടുക്കും. ഇത് വേണ്ടെങ്കിൽ നമ്മൾ സാധാ അതിലേക്ക് നോർമലിലേക്ക് ആക്കി കൊടുക്കും. അലവ് ചെയ്ത് വെച്ചാണ് താല്പര്യമുള്ള ഇതായിരിക്കുമല്ലോ ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് മറ്റേത് താല്പര്യം ഉണ്ടാവും. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മോഡൽ ഏതാ വരുന്നത്? അത് 2019 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 49,000. ചോദിക്കുന്ന റേറ്റ് 1,30,000. 1,37,000. ഒരു 37 വണ്ടി ഇറക്കാം. അടുത്തത് 2019 സ്റ്റാൻഡേർഡ് 2019 വണ്ടിയാണ്. ഓണർഷിപ്പോ? അത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. ടയർ ഫുള്ളുണ്ട്. ചോദിക്കുന്ന റേറ്റോ? 1,45,000. 1,45,000. അപ്പോൾ ഒരു 45,000 വണ്ടി ഇറക്കാം. സുഖമായിട്ട് ഇറക്കാം. 1 ലക്ഷം ലോൺ ഇട്ടാൽ മതി. 1 ലക്ഷം ലോൺ ഇടാം. അടുത്ത ഇത് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ചോദിക്കുന്ന റേറ്റ് 1,30,000. 1,30,000. വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ. പോളിഷ് ചെയ്തൊന്നല്ലോ? പോളിഷ് ചെയ്ത് നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് കയറ്റുന്നതാണ്. നല്ല വൃത്തിയുണ്ടല്ലോ. എല്ലാം എന്താ പറയുക, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. മൊത്തം നീറ്റാണ്. അടുത്ത 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ. അതെ. ചോദിക്കുന്ന റേറ്റ് 1,25,000. 25 ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. അടുത്ത തരാം. സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് 2022 മോഡൽ 22 വണ്ടിയാണ്. 22. ഇതെങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2022 വണ്ടി സ്റ്റാൻഡേർഡ്. കിലോമീറ്റർ എത്ര ഉണ്ട്? ഇത് 36,000 കിലോമീറ്റർ ഓടി. എങ്ങനെ ചോദിക്കുന്ന റേറ്റ്? 1,53,000. 1,53,000. 1,53,000. എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. നല്ല കണ്ടീഷനായി കൊണ്ടുവരുന്നതാണ്. ടാങ്ക് ആണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഇല്ല. അടുത്തത് അത് 2022 സിംഗിൾ ഓണർഷിപ്പ്. 2022 വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. സ്റ്റാൻഡേർഡ്. കിലോമീറ്റർ എത്ര ഉണ്ട്? അത് 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. അതെ. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാ? അതിന് 1,60,000. 1,60,000. അത് എത്ര? 60 റുപ്യൻ്റെ വണ്ടി ഇറക്കാൻ പറ്റുമോ? അല്ല, 60 റുപ്യൻ്റെ സുഖമായിട്ട് ഇറക്കും. ഏറ്റവും ലോ ആണോ?
എൻ്റെ താഴോട്ട് വേണ്ടല്ലോ? വേണ്ട വേണ്ട. അല്ല താഴോട്ട് പോവോ? പോവും. നല്ല സിവിൽ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് താഴോട്ട് കൊടുക്കാം. നമുക്ക് മാക്സിമം ഏറ്റവും ഡൗൺ പേയ്മെൻറ്റ് ഏത് എത്ര ചെയ്ത വണ്ടി ഇറക്കാം? 30,000 വണ്ടി ഇവിടെ ഇറക്കി കൊടുക്കാം. അടുത്തത് അത്യാവശ്യം ഡോമിനർ അല്ലത്? അതെ. ഇതേതാ മോഡൽ വരുന്നത്? അത് 2019 വണ്ടി. വണ്ടി എത്ര ഓടിയുണ്ട്? അത് 43,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പാണ്. അതെ. ഇതൊരു 95 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 95 വണ്ടി ഇറക്കാം. പിന്നെ എഞ്ചിൻ റൂമും കാര്യങ്ങളും നല്ല നീറ്റാണല്ലേ? പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിന് എത്ര മൈലേജ് കിട്ടും? ഇതൊരു 35 ആ റേഞ്ച് കിട്ടും അല്ലേ? അടുത്തത് തണ്ടർബേർഡ്. എങ്ങനെയാ ചോദിക്കുന്ന റേറ്റ് ഇതിൻ്റെ? അത് 87 മോഡൽ ഏതാ? അത് 2016. എത്ര വണ്ടി ഓടിയിട്ടുണ്ട്? അത് 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ല? പ്രശ്നങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ഉള്ളത്. അതൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട വണ്ടി ഇറക്കണമെങ്കിൽ? ഇതൊരു 30-35 ആ റേഞ്ചിൻ്റെ വണ്ടി ഇറക്കാം. അടുത്തത് ഇത് 2018 വണ്ടി. 19. വണ്ടി എത്ര ഓടിയുണ്ട്? 30,000 വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡിലല്ല ഓണർഷിപ്പ് ഉള്ളത്. അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയല്ല വണ്ടി? നല്ല കണ്ടീഷനിലാണ്. അടുത്തത് എക്സ്പൾസിന്റെ എന്താ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ. 21 വണ്ടി സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി ഉള്ളത്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ കുറവാണ്. 78 റുപ്യേൻ്റെ വണ്ടി ഇറക്കാം. 78,000 വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്. 78,000 രൂപയുടെ വണ്ടി ഇറക്കിക്കൊണ്ട് ഇറക്കാം. അപ്പോൾ ലോണിൻ്റെ ആവശ്യമില്ല. അടുത്തത് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ആണല്ലോ ഇന്ന് കൂടുതലുള്ളത്. അതെ. ഇതെങ്ങനെയാണ് വരുന്നത് റേറ്റ്? 2021 മോഡൽ. 21 വണ്ടി. കിലോമീറ്റർ 54,000 കിലോമീറ്റർ. ചോദിക്കുന്ന റേറ്റ് 1,49. 1,49,000. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി കേട്ടോ. അതും സിംഗിൾ ഓണർഷിപ്പാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മാക്സിമം രണ്ടാമത്തെ ഓണർഷിപ്പ് വരെ വണ്ടി ഇവിടെ ഉള്ളൂ. 220ൻ്റെ കണ്ടീഷൻ എങ്ങനെയാ? 220 നീറ്റ് വണ്ടിയാണ്. ഇത് അന്ന് കയറ്റിയിട്ടേ ഉള്ളൂ. ചോദിക്കുന്ന റേറ്റ്? ഇത് എത്ര കൊടുക്കാം? 40 റുപ്യേൻ്റെ വണ്ടി ഇറക്കാം. 40,000 രൂപ വണ്ടി ഇറക്കാം. കിലോമീറ്റർ എത്ര അറിയോ? കിലോമീറ്റർ 30,000 അങ്ങനെ എന്തോ സംതിങ്. 30,000 റേഞ്ച് വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. അത്യാവശ്യം ആക്സറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. 100ൻ്റെ അവസ്ഥ എന്താ? 100 പക്ക നീറ്റ് വണ്ടിയാണ്. എത്ര കിലോമീറ്റർ വണ്ടി ഓടി? അത് 43,000 കിലോമീറ്റർ. 43,000. 2023 രജിസ്ട്രേഷൻ. 23 വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ചോദിക്കുന്ന റേറ്റ് 1,48. 1,48,000. ഇതിനിപ്പോൾ ഓൺ റോഡ് ഇപ്പോൾ 2,10 2,20 അങ്ങനത്തെ ആ റേഞ്ചിൽ വരും. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന ആൾക്കാരെ കുറച്ച് വെറുത്തായിരിക്കും അല്ലേ? അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് ഇപ്പോൾ വണ്ടി എടുക്കണ്ട. വണ്ടി ആകുമ്പോൾ നല്ല കണ്ടീഷനാണ്. ഫുൾ ടയർ ഉണ്ട്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ പേടിക്കണ്ട, വണ്ടി എടുത്തുണ്ടോ? ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്.